ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. വിനീത വിജി ക്ഷേത്രാങ്കണത്തിൽ നിന്നും നമ്മോടൊപ്പം തുടരുന്നുണ്ട്. വിനീത, എന്തായാലും പണ്ടാര അടുപ്പിൽ തീ പകരുന്നതിനുള്ള ആ ശുഭമുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ വേണ്ടി നിരവധി പേരാണ് അവിടെ എത്തി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ, മേയർ അടക്കമുള്ളവർ, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നിരവധി ആളുകളാണ് ആ ഒരു ശുഭമുഹൂർത്തം കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. 10-15 പണ്ടാരയടുപ്പിൽ തിരി തെളിയിക്കുക. അതിന് മുന്നോടിയായി തന്നെ ഭക്തരുടെ വലിയൊരു ജനപ്രവാഹം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഭക്തർക്കുള്ള ദർശനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി പണ്ടാരയടുപ്പിൽ തിരി തെളിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭക്തർക്കുള്ള ദർശന സൗകര്യം ഉണ്ടാവുക. അതേ തുടർന്ന് ഭക്തരെല്ലാവരും ഇപ്പോൾ പണ്ടാരയടുപ്പിൽ തിരി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദൃശ്യം, ആ ഒരു ശുഭമുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരു വർഷം ഇടവേളയിൽ കാത്തിരുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നുള്ളിലെ ദീപം ക്ഷേത്ര തന്ത്രിയായ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അവർ കൊണ്ടുവരികയും അത് മേൽശാന്തിയായ വിഷ്ണു നമ്പൂതിരിക്ക് കൈമാറുകയും ചെയ്യുന്നു. തുടർന്ന് വിഷ്ണു നമ്പൂതിരി ക്ഷേത്രത്തിലെ വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും ആ ദീപം തെളിയിക്കുകയും തുടർന്ന് ദീപം സഹ മേൽശാന്തിക്ക് കൈമാറുകയും അദ്ദേഹം അത് പണ്ടാരയടുപ്പിൽ തെളിയിക്കുകയും ചെയ്യും. തുടർന്ന് തലസ്ഥാനത്തുള്ള എല്ലാ അടുപ്പുകളിലേക്കും ആ ദീപം പങ്കിടുന്നതോടുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ആറ്റുകാൽ ഭഗവതിയെ ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിക്കുന്നതെങ്കിലും ഭക്തർക്ക് ദേവി അമ്മ എന്ന ഒരു സങ്കല്പത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലരും തങ്ങളുടെ വിഷമങ്ങളും തങ്ങളുടെ ദുഃഖങ്ങളുമൊക്കെ ഈ ദിവസം ദേവിക്ക് മുന്നിൽ, അതായത് അവരുടെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദേവി അവരെ സംരക്ഷിക്കും, അവർക്ക് ആ പ്രതീക്ഷകളുടെ ഒരു ഉണർവ് നൽകുമെന്നൊക്കെ തന്നെയാണ് അവരുടെ വിശ്വാസം. ഇതിനെ തുടർന്ന് നിരവധി ഭക്തരാണ് ഇന്ന് മുൻ വർഷങ്ങളെ, അതായത് കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ തന്നെയായി പൊങ്കാല അടുപ്പുകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ അടുപ്പുകൾക്ക് മുന്നിലും നിറപറയും അതോടൊപ്പം തന്നെ ഇലയും അതിനാവശ്യമായിട്ടുള്ള നിലവിളക്കുമൊക്കെയായി ഭക്തർ കാത്തിരിക്കുകയാണ്. ഇനിയുള്ളത് 10-15 പണ്ടാരയടുപ്പിൽ തിരി തെളിയിക്കുക എന്നുള്ള ആ ഒരു മുഹൂർത്തം മാത്രമാണ്. ആ മുഹൂർത്തത്തിൽ പണ്ടാരയടുപ്പിൽ തിരി തെളിയുന്നതോടുകൂടി 10-15 സമീപമുള്ള എല്ലാ അടുപ്പുകളിലും തിരി തെളിയും. തങ്ങളുടെ ആദിവ്യാധികളും ദുഃഖങ്ങളും ഒക്കെ ദേവി മാറ്റി തങ്ങൾക്ക് പ്രതീക്ഷയുടെയും തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദേവി പരിഹാരം നൽകുമെന്നൊക്കെയാണ് വിശ്വാസം. ഇതേ തുടർന്ന് നിരവധി ആളുകളാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഗിന്നസ് റെക്കോർഡ് അധികം നേടിയ പൊങ്കാലയാണ് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള വലിയൊരു ജനാവലി തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതലേ ഇവിടെ. തീർച്ചയായും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, MP ശശി തരൂര്, കോൺഗ്രസ് നേതാവ് മുരളീധരൻ അടക്കമുള്ളവർ ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയൊരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും പ്രതിഷേധ സമരങ്ങളുടെ ഇടമായിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ പൊങ്കാല അടുപ്പുകൾക്ക് വഴിമാറിയിരിക്കുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിൽ പ്രതിഷേധിച്ച് പൊങ്കാലയിടാൻ എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി എങ്ങനെയാണ്? തീർച്ചയായും ഒരു വർഷത്തിലെ മറ്റെല്ലാ ദിവസവും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരങ്ങളോ മറ്റോ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് കാഴ്ചകൾ വ്യത്യസ്തമാണ്. പുലർച്ചെ മുതൽ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഉള്ളത്. ഇതോടൊപ്പം പൊങ്കാലയിടാനെത്തിയ സാധാരണ ഭക്തരായ സ്ത്രീകൾക്കൊപ്പമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പൊങ്കാലയിടാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എംപാനൽ കണ്ടക്ടർമാരായ സ്ത്രീ കണ്ടക്ടർമാർ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഭാഗത്ത് പ്രതിഷേധ സൂചകമായി പൊങ്കാലയിടുന്നു. ഇതോടൊപ്പമാണ് കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാലയിടുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുടെ ഒരു ഭാഗം കൂടിയായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ. അത് പൊങ്കാലയിലൂടെയാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് എന്ന് മാത്രം. ഇതോടൊപ്പം ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ പണ്ടാരടുപ്പിൽ പണ്ടാരടുപ്പിൽ തീ കൊളുത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മിനിറ്റുകൾക്കകം തന്നെ തീ പകർന്ന് ഇവിടെ എത്തും. അതിന് മറ്റ് സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അത് ഒരുപക്ഷെ ഇന്ന് പുലർച്ചെ മുതൽ അർദ്ധരാത്രി മുതൽ എത്തിയ ആളുകളുണ്ട്. മണിക്കൂറുകളോളം ഈ ഒരു കാത്തിരിപ്പ് അതവർ തുടരുകയാണ്. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ കൊലയ്ക്ക് ശേഷം പാണ്ഡ്യരാജാവിന്റെ കൊല പാടി തീർത്ത് കഴിഞ്ഞ ശേഷം ഉടൻ
പണ്ടാരടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞാൽ തീ വളരെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഒരു അത്ഭുതം എന്നോണം മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ അടുപ്പിലേക്കും തീ പടരുന്ന കാഴ്ച കാണാനാകും. തീ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറുകളോളം ഒരു യാഗശാലയ്ക്ക് സമാനമായ രീതിയിൽ തിരുവനന്തപുരം നഗരം മാറും. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റും ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് പൂർണ്ണമായ ഒരു യാഗശാലയായി മാറും. പണ്ടാര അടുപ്പിലെ തീ ഓരോ അടുപ്പുകളിലേക്കും ഓരോ പൊങ്കാല അടുപ്പുകളിലേക്കും പകരുന്നതിനനുസരിച്ച് ഒരുപക്ഷെ അതിന്റെ ഒരു ഏറ്റവും ഉയർന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ യാഗശാലയുടെ ഒരു സമാനമായ രീതിയിലായിരിക്കും ആ ഒരു ദൃശ്യങ്ങൾ ഒരുപക്ഷെ ലഭിക്കുക തന്നെ. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്, ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിപ്പ്. 10:15 പണ്ടാരടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞാൽ 2:15 ശേഷമാണ് നേദിക്കുക. നിവേദ്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിടുക്കമായിരിക്കും. ആ ദേവി സങ്കല്പം, ഇവരുടെ ഒരു പ്രാർത്ഥനാ സങ്കല്പ പ്രകാരം തങ്ങളുടെ ഈ വ്രതം നോറ്റ് പൊങ്കാലയർപ്പിച്ച് കഴിഞ്ഞാൽ നിവേദ്യം പൂർത്തിയാകുന്നതോടുകൂടി തങ്ങളുടെ അർച്ചന, തങ്ങൾ നൽകിയ പൊങ്കാല അത് ദേവി സ്വീകരിച്ചു എന്നാണ് അവരുടെ ഓരോ ഭക്തരുടെയും വിശ്വാസം. അങ്ങനെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച ശേഷം അവർ തിരികെ വീട്ടിലേക്ക് പോകും. ഇത്തരത്തിൽ പൊങ്കാല ഇടുന്ന സമയവും പൊങ്കാലയിട്ട് വീട്ടിലേക്ക് പോകാനും വിപുലമായ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുള്ള സജ്ജീകരണങ്ങൾ, അതിനുള്ള KSRTC ബസിന്റെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, മറ്റ് ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള ശുദ്ധജല വിതരണം, ആ പൊങ്കാല ഇടുന്നവർക്കുള്ള ആഹാര വിതരണം, ഇതിനെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെയും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നഗരസഭയും ഇതിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി, നേരത്തെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 25 ലക്ഷം ഭക്തജനങ്ങൾ ഒന്നിച്ച് പൊങ്കാലയിട്ടു എന്നുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ സാധ്യതയായത്. ഏകദേശം 2009 ഈ ഒരു വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സ്ത്രീകളെ തേടിയെത്തിയിരുന്നത്. അതിനുശേഷം ഇത്തവണ അതൊരു മറ്റൊരു റെക്കോർഡ്, ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പുതിയ റെക്കോർഡ് കുറിക്കും എന്നാണ് സംഘാടകർ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു സംഭവിച്ചാൽ പോലും, അതായത് 25 ലക്ഷത്തിലധികം ആളുകൾ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് സംഘാടകർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കാരണം നേരത്തെ ഇന്നലെ മുതൽ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയിടുന്ന ആളുകളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു കാഴ്ചയും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുകയാണ്. 10:15 പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ 1 വർഷമായുള്ള ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമാകും. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണനും വിനീത വിജിയും ധനിയും നൽകിയത്.